തവനൂരിലെ UDF സ്ഥാനാർത്ഥിക്ക് കൂടുതൽ ഭൂരിപക്ഷം നൽകുന്നവർക്ക് വിദേശയാത്ര വാഗ്ദാനം ചെയ്ത സംഭവമില്ലേ? അതിപ്പോൾ നടപടിയായിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. വാഗ്ദാന പ്രഖ്യാപനം നടത്തിയ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ബാവ ഹാജിക്കെതിരെയാണ് കേസ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. തിരൂർ SHO അനിൽകുമാർ മേപ്പള്ളിക്കാണ് അന്വേഷണ ചുമതല. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശാന്തകുമാർ, സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുകയാണെങ്കിൽ 15 ദിവസത്തെ വിദേശ ടൂറായിരുന്നു വാഗ്ദാനം. അപ്പൊ അത് ആകെ പണിയായി അല്ലേ? തീർച്ചയായും ആ വാഗ്ദാനം എന്തായാലും പണിയായിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാവ് CP ബാവ ഹാജിക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് തവനൂരിലെ ഒരു UDFന്റെ കൺവെൻഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന ബൂത്ത് കമ്മിറ്റികൾക്കും പഞ്ചായത്ത് കമ്മിറ്റികൾക്കുമെല്ലാം 15 ദിവസത്തെ വിദേശയാത്ര വാഗ്ദാനം ചെയ്തത്. അതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ, അതായത് ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അതിന് കേസ് എടുക്കാൻ വേണ്ടി തിരൂർ പോലീസിനോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായി എന്ന് തന്നെയാണ് അതിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് മുസ്ലിം ലീഗ് നേതാവ് CP ബാവ ഹാജിക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. VS ജോയിയാണ്, മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയാണ് തവനൂരിലെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന കൺവെൻഷനിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വാഗ്ദാനം നടന്നത്. അതായത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊടുക്കുന്ന ബൂത്ത് കമ്മിറ്റികൾക്കും ഒപ്പം തന്നെ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും 15 ദിവസത്തെ വിദേശയാത്ര, അതായത് UAE ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിലേക്ക് 15 ദിവസത്തെ വിദേശയാത്രയാണ് വാഗ്ദാനം നൽകിയത് ഈ CP ബാവ ഹാജി. CP ബാവ ഹാജി വിദേശത്തെ വ്യവസായിയാണ്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. അദ്ദേഹത്തിന്റെ ആ വാഗ്ദാനമാണ് ഇപ്പോൾ ഒരു കേസിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, ശരി. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ഒരു വാഗ്ദാനം അത് വമ്പൻ പണിയായി മാറിയിട്ടുണ്ട് ബാവ ഹാജിക്ക്.